കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഭാഗവത് പറയുന്നത്, ഒന്ന്, അബ്രഹാം എന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു പരീക്ഷണ ഘട്ടം. ആ പരീക്ഷണത്തെ എങ്ങനെയാണ് അബ്രഹാം അതിജീവിക്കുന്നതെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വിഷയം. 2, ദൈവത്തിൻ്റെ കരുതൽ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ഭാഗം കൂടെയാണ് ഈ ഭാഗം. നമുക്ക് എവർക്കും അറിയാം, അബ്രഹാമിന് ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഫലമായിട്ടാണ് ദൈവം ഒരു സന്താനത്തെ, ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുക്കുന്നത്. ആ വാഗ്ദത്ത സന്തതിയെ കൊടുത്ത് അധികകാലം കഴിയുന്നതിന് മുമ്പ് ദൈവം തന്നെ അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അങ്ങനെ ദൈവം അവനോട് പറഞ്ഞതിനെ അതേപടി അനുസരിക്കാൻ തക്കവണ്ണം ആര് തയ്യാറായി? അബ്രഹാം തയ്യാറായി എന്നുള്ളതാണ് സ്തോത്രം തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടതിനനുസരിച്ച് അവിടെ വേറൊരു അനുവാദത്തിൽ നിൽക്കുന്നില്ല. നോർമലി സാധാരണഗതിയിൽ അബ്രഹാമിൻ്റെ സാറായിയോട് ഡിസ്കസ് ചെയ്ത് കാണുമോ എന്ന് ചിന്തിക്കുന്നവർ പറയുന്നവരുമുണ്ട്. ഒരു കാരണവശാലും അതിന് സാധ്യതയില്ല. ഒരു ചിന്തയാണ്. നമുക്ക് വേദപുസ്തകത്തിൻ്റെ അതിനകത്ത് കൺഫർമേഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരുപക്ഷെ ഭാര്യയോട് പറഞ്ഞ് കാണത്തില്ലായിരിക്കണം. അതാണ് 100% നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കാര്യം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സാറായി അതിനെ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. കാരണം സ്വന്തം മകനെ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാൻ പറയുന്നതിനോട് ഒരിക്കലും സാറായിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാകട്ടെ സാറായിയോടത് ചോദിക്കാതെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് അബ്രഹാമും ഇസഹാക്കും ദാസന്മാരും പുറപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടവന്നത്. അങ്ങനെ 3 ദിവസം വഴിയാത്ര ചെയ്ത് മൊറിയ മലയുടെ താഴ്വരയിൽ വന്നു നിന്നിട്ട് ദാസന്മാരോട് പറയുന്നൊരു വാചകമുണ്ട്. അബ്രഹാം ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ കരുതിയുമായി ഇവിടെ ഇരിക്കുവേ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആ പോകുന്ന വഴിയാത്രയിൽ ഇസഹാക്ക് തൻ്റെ അപ്പനോട് ചോദിക്കുകയാണ്, സ്തോത്ര അപ്പ തീയും വിറകുമുണ്ട്, സ്തോത്രം, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രമല്ലേലൂയ. അബ്രഹാം തിരിച്ചു മറുപടി പറയുകയാണ്, ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചതിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അവിടെ പറയുന്നൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്, അല്ലേ? ഇവിടെ യാഗം കഴിക്കാൻ പറഞ്ഞ ദൈവമാണ്. ആർക്കാണ്? ദൈവത്തിന്. സ്തോത്രം. അബ്രഹാം പറയുന്നു, ഇസഹാക്ക് നീ അതിൽ ഭാരപ്പെടണ്ട. കാര്യം ഈ യാഗം നമുക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ദൈവത്തിന് അർപ്പിക്കേണ്ടതാണ്. അപ്പൊ തനിക്ക് ദൈവത്തിന് ആട്ടിൻകുട്ടിയെ നോക്കാൻ കഴിയും. ഒരു കാര്യം പറയാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഈ വാക്കുകൾക്കകത്ത് ഇന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം പറയുന്ന വാക്ക് അതേപടി അനുസരിച്ച് കർത്താവിൻ്റെ ഹിതം അതേപടി ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിനൊരു നിശ്ചയമുണ്ട്. ദൈവം ഒരിക്കലും അബ്രഹാമിനെ കൈവിടുകയില്ല. ദൈവം അബ്രഹാമിനെ ഉപേക്ഷിക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നീ പൂർണ്ണമായി അനുഷ്ഠിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നീ പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ നിന്നെ വഴിയിൽ തകർത്ത് കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വഴിയിൽ അലയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പല ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത അതാണ് അബ്രഹാം പറഞ്ഞത്, തനിക്ക് വേണ്ടി ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും, ഇല്ലെങ്കിൽ ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠമാണ്. ആ കരുതൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിലകടയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ അവിടെ ഞങ്ങളെ നിറയ്ക്കണമേ. വേഷങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചാണ്. ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠമായി മനസ്സിലാക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വവും കർത്താവ്
കർത്താവിന്, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.